وأوصل وبلغ مثل ثواب ما قرأناه هذه هدية. അസ്സലാമലൈക്കും. ഇന്ന് കല്യാണത്തലേന്നല്ലല്ലോ, നിക്കാഹിന്റെ തലേന്ന്. നാളെ നിക്കാഹ്, ഇന്ന് ചെക്കൻ ഇറങ്ങൽ ചടങ്ങ്. ഇപ്പൊ സമയം എത്രയായി? 6:30 മണി. നേരത്തെ എണീച്ചാണ്. സുബൈ നിസ്കരിക്കാത്തവരൊക്കെ സുബൈ നിസ്കരിച്ചു. ഇപ്പൊ ചേട്ടാ പോവാ? ഞാന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് വീട്ടിലേക്ക് പോയി വരും. എന്നാ പോട്ടെ. ചെക്കൻ എവിടെ നോക്കാം. എവിടെ കുഞ്ഞാവേ? ഓനോ എന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ തിരക്കിലായിരിക്കും. എന്റെ കോട്ട് കാണിച്ചെടുത്താലോ? എന്റെ കോട്ട് കാണിച്ചെടുത്താലോ? വീഡിയോ ഇന്ന് ഞാനാ തുടങ്ങുന്നത്. കുറെ ഉണ്ടല്ലോ. അത് കണ്ട്. ഇതില്ലല്ലോ, ഇതിലൊന്നുമില്ലല്ലോ. അതിലൊന്നുമില്ല, ഞാൻ കവറ് മാത്രം ആക്കി വെച്ചതാ. ടെൻഷൻ ഉണ്ട്? നല്ല ടെൻഷൻ. എന്താ ആലോചിച്ച ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല, ഒന്നുമില്ല, അങ്ങനെ കളഞ്ഞ് തിരിയണ്ടേ. പിന്നെ നിക്കാഹ് ടെൻഷൻ ഉണ്ടോ? അത് ഇതുവരെ വന്നിട്ടില്ല. എന്താ ചൊല്ലണ്ടെന്നൊന്നും എനിക്ക് ഇതുവരെ ഒരു ഐഡിയ. അതൊക്കെ പറഞ്ഞുതരും. ആരാ പറഞ്ഞ? അതൊക്കെ ജാഫർക്ക് എല്ലാരും പറഞ്ഞുതരും. ആണോ? അതൊക്കെ ഉസ്താദ് പറഞ്ഞുതരുമല്ലോ. ഉസ്താദ് പറയാ, അത് കേക്കുക. നിങ്ങളെ മോള് ശിൻഷിത, ഓളിപ്പറമ്പിൽ ശിൻഷിതയെ ഇന്നലെ ആരോ ചോദിച്ചോളെ വീട്ടു പേര്. കത്തിലുണ്ടായിരുന്നു അല്ലേ? പക്ഷേ മറന്നുപോയി. അപ്പൊ ഞാൻ പറയും സമ്മതമാണ്. അങ്ങനെയൊന്നുമില്ല. ആണ് അങ്ങനെ പറയാ. സമ്മതമാണോ ചോദിക്കോ? പിന്നെ അല്ല, സമ്മതമാണോ ചോദിക്കൂലേ? ചോദിക്കാൻ തോന്നണേ സമ്മതമാണോ എന്നോട്. നിക്കാഹിന് പോണേ, കഴിച്ചു തന്നിരിക്കുന്നു. ഈ നിക്കാഹിന് മുന്നേ എല്ലാരോടും പോയിട്ട് സമ്മതം വാങ്ങണം. വെച്ചാല് നമ്മൾ പോയ ആൾക്കാർ എല്ലാവരും ഉണ്ടല്ലോ, അവർക്ക് പോയി സമ്മതം വാങ്ങി മഹറൊക്കെ കാണിച്ചു കൊടുത്ത് മഹറ് നമ്മളിന്ന് കാണിക്കും. നാളത്തെ വീഡിയോ കാണിക്കൂലേ? അല്ല, അതൊക്കെ എങ്ങനെ ലൈവാ? ഇത് നിക്കാഹൊക്കെ അല്ല, കട്ട്. അപ്പൊ സോങ് ഉണ്ടെങ്കിൽ എന്താക്കും? അതൊക്കെ ആലോചിക്കാം. ഇപ്പം ഇതൊന്നും ആലോചിക്കാനുള്ള ടൈമില്ല. സോങ് ഉണ്ടെങ്കിൽ ഇത് ഓന്റെ പെട്ടി, അത് എന്റെ പെട്ടികൾ. ഇത് ഓളെ വീട്ടിലേക്കുള്ള ഡ്രസ്. ഇത് റഫ്നന്റെ പെട്ടി. ഇനി കൊണ്ടിട്ട് പെട്ടികള്. പിന്നെ കല്യാണ ചെക്കന്റെ പെങ്ങൾക്ക് എന്താ പറയാ? ഞാനെന്താ പറയാനോ, എന്തോ ഇപ്പഴ ഉറങ്ങിയെന്ന് ഇന്നലെ വെച്ചിട്ട്. എപ്പോഴാ ഉറങ്ങി? 4 മണിയായി. 4 മണിയോ? ഒന്ന് ആ പണി കഴിഞ്ഞില്ല, പിന്നെ ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ രാത്രി. ഇന്നലെ 2 മണിക്കാണ് ഇലക്ട്രീഷ്യന്റെ പണി കഴിഞ്ഞ്. തലവേദന എടുത്തിട്ടുണ്ട്. 5 മണിക്ക് നീക്കും ചെയ്തു. അതമ്മ മുകളിൽ പോയി. അമ്മ എന്താ പറയാനുള്ളത്? അമ്മാനോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ പകല്, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. എവിടെ ബാക്കിയുള്ളവരെവിടെ? ആരും ഇല്ല ഇവിടെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിക്കാഹിനെ കുറിച്ച് പറയാം. അങ്ങനെ പറയാനല്ല പറഞ്ഞത്. എന്താണ്, സന്തോഷാണോ ടെൻഷൻ? ടെൻഷനൊന്നുമില്ല, സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു കിട്ടിയാൽ മതി എന്നുള്ള. പിന്നെ അല്ലറ ചില്ലറ അതൊക്കെ ഉണ്ടാവും. ഇങ്ങനല്ലേ നിങ്ങളിപ്പോ ഓളെ വാപ്പയെന്ന് വിചാരിക്കും. എന്താ പറയണ്ടേ? അതൊരു പറഞ്ഞല്ലോ. ഓളിപ്പറമ്പിൽ ശിൻഷിത എന്നാണ്. അത് ഒരു 2 സമ്മതം ചോദിക്കോ? സമ്മതമാണോ ചോദിക്കോ? അമ്മ ഓൾറെഡി സമ്മതം. മറ്റേ ക്രിസ്ത്യാനികളാണെങ്കിൽ സമ്മതം. അത് കല്യാണല്ല, അത് മനസ്സമ്മതം. ചെയ്ത് തരികയാണല്ലോ, പിന്നെ അവിടെ വേറെ ഇതൊന്നുമില്ല. അതെത്ര ഒരു മിനിറ്റൊക്കെയല്ലേ ചൊല്ലാന് മൊത്തത്തിന്? പിന്നെ മൂപ്പര് ഇണയാക്കി തരുന്നു, നീ ഇണയായി സ്വീകരിക്കുന്നു.
പിന്നെന്താ ബാക്കിയൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നത് ആ ഒരു സമയത്ത് കുഞ്ഞാനോട് എന്ത് ചോദിച്ചാലും കുഞ്ഞാൻ ഒന്നും അറിയില്ല. ഇങ്ങനെ കിളി വേറെ കുറച്ച് സമയം നമ്മളൊരു എയറിലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആരും എന്ത് പറഞ്ഞ കേൾക്കൂല. അത്ര വിഷയം ഉണ്ടാവും തോന്നില്ല. കാരണം ഉണ്ടാവും, ഓനക്കെല്ലാം ഉണ്ടാവും. ഓനക്ക് ആൾക്കാരെ ഫേസ് ചെയ്യണ്ട ഒരു ഫേസ് ചെയ്യേണ്ട വേണ്ടിയാണ് ആൾക്കാരെ സ്റ്റേജിൽ കയറി നിക്കണ്ടേ. ഞാനേ നിക്കൊന്നും വേണ്ടല്ലോ. എല്ലാരെ കല്യാണത്തിനും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൂക്കിയിട്ട് കളിയാക്കിട്ടൊക്കെ ഇരിക്കണാണ്. ഈ വട്ടം ഞാൻ ഇങ്ങനെ ഇരിക്കും. ആ ചിരിച്ച മുഖം എടുത്തോണ്ടേ എപ്പോഴും ഞാൻ ഇങ്ങനെ ഉണ്ടാവും. ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കണം. മാറി മാറി ചിരിച്ചോ? അത് വേണ്ട, അത് ഉണ്ടാക്കി ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കല്ലേ നോർമൽ ചിരിക്കുന്നേ. ആ എനിക്കൊന്ന് ഇവന്റെ ഒന്നും കൂടി ഫോട്ടോസ് ഒക്കെ നല്ലത് ഇങ്ങനെ പല്ല് കാണിച്ചിരിക്കണത്. ഇന്ന് ശിങ്കുവിന് ഹാളിലല്ലേ പരിപാടി? കെട്ടിപ്പിടിക്കുക, കൈ കൊടുക്കുക, ഒരു വട്ടം കെട്ടിപ്പിടിച്ചാ പോരെ, മൂന്നോട്ടം ഇങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിക്കാതിരുന്നാലും പിന്നെ എല്ലാരും ഇങ്ങനെ പറയാ സലാം പറയല്ലോ. അസ്സലാമു അലൈക്കും. നല്ല പവറിൽ കൊടുക്കണോ അല്ലെങ്കിൽ പതുക്കെ സോഫ്റ്റ് ഇതൊക്കെ അത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അത് മൂത്തോർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇതെന്തൊക്കെ പ്രാക്ടീസ് ഉള്ളത്? ഇതൊക്കെ പ്രാക്ടീസ് ആണ്. അത് നല്ല, അത് പോണ വഴിക്ക് നല്ലൊരു ടവൽ. അതിനങ്ങനെയല്ല, അതിങ്ങനെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തോ. കെട്ടൊന്നും വേണ്ട, കെട്ടൊന്നും വേണ്ട. മുടിയൊക്കെ എന്റെ നല്ല സെറ്റാക്കി തരൂലേ. അത് അവിടെ തന്നെ ഓരെ കൊണ്ട് ഒന്ന് വെപ്പിച്ചു വെക്കുക മാറ്റണ സമയത്ത്. നല്ലൊരു ടവല് വാങ്ങണം. വേറൊരു ഇൻസ്റ്റഗ്രാമർ ഉണ്ട്. ഞാൻ എടുക്കും നോക്കിയോ. എന്റെ കല്യാണത്തിന് ഇവിടുന്ന് ഇറങ്ങാൻ ഇനി 1 മണിക്കൂറുള്ളൂ. ഡെഡിക്കേറ്റഡ് ഭർത്താവ്, ഓൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. ഇതൊക്കെ മീഷോയില് ഇതെന്താ പരിപാടി? മീഷോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്ന ഭർത്താവുണ്ട്. ആ ഓൾ ഇൻസ്റ്റാഗ്രാമില് 73K ഡെയിലി ഇങ്ങനത്തെ ഓരോന്ന് ഇടും. ഇത് ഭാവിന്റെ ഡ്രസ്സാ, എന്നിട്ട് ഓൾ എടുത്താന്ന് പറഞ്ഞിട്ട് ഇടുക അവള്. ഇങ്ങനെ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് സീന്, ബിഹൈൻഡ് സീൻ. അതാണ് അല്ല, ബിഹൈൻഡ് സീൻ ഇങ്ങനെയാണ്, എന്നും ഇങ്ങനെയാ. ഇതാണ് ട്രൈപോഡ്. ഈ ട്രൈപോഡിന് എന്താ വില? ഡെഡിക്കേഷൻ നോക്കണേ. കല്യാണത്തിന് ഇറങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞു. മീഷോ നല്ല വില കുറഞ്ഞ സാധനങ്ങൾ വേണമെങ്കിൽ റഫ്നാസ് ഓൺ അല്ലേ? റഫ്നാസ് ഓൺ, റഫ്നാസ് ഓൺ, അത് കയറി നോക്കിയാൽ അളിയ എന്താ ചെയ്യാലേ. ഇവരത് കയ്യണ്ടേ, ഇവരത് കഴിഞ്ഞിട്ട് വേണം. ഞങ്ങളിത് അവിടെ ചപ്പാത്തി ഇതൊക്കെ കൊണ്ടുവച്ചിക്കണേ. ഓ കഴിഞ്ഞോ? ഓ ക്യാമറ എല്ലാം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ചപ്പാത്തി ഉണ്ട്, നൂൽപുട്ടുണ്ട്, അളിയനുണ്ട്, ഉപ്പച്ചുണ്ട്, വേറെ അളിയനുണ്ട്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാന്ന് അടുക്കളയിൽ പോരാം. പുതിയ ക്യാമറമാൻ എന്താ. പിന്നെ കോഴിക്കറി, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇത്രയും പ്ലേറ്റ് ഉണ്ട്, ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. ട്രൗസർ ഊരിയിട്ടുണ്ടല്ലോ, ഉള്ളിൽ വേറെ ട്രൗസർ ഉണ്ട്. ഈ ട്രൗസർ വലിയൊരു ട്രൗസർ ഊരിയിട്ട്. അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് വെച്ചിങ്ങനെ, ഇവിടെ ഹീറ്റർ ഇല്ലാത്തതുകൊണ്ട് ചൂടുവെള്ളം കൊണ്ട് വെച്ചിങ്ങനെ ഹീറ്റർ വെക്കണം. ഷിങ്ക് വരുമ്പോൾ വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുളിക്കാൻ പോകണം. ഇനി കുളിച്ചിരുന്ന് കണ്ടില്ലേ? ഇല്ല, ഞാൻ ഇപ്പം എന്തിനാണ് വീഡിയോ ഒക്കെ എടുത്തിരിക്കണേ? എൻ്റെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാനാണ് എല്ലാവരും പറയുന്നത്. എന്നാലേ എൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്നാണ്. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കാണാം, കുട്ടപ്പനായിട്ട് കാണാം. കുളിച്ച് മാറ്റി വന്നിരിക്കുകയാണ്. ഇത് പുതിയ പാൻ്റാണോ? ഇത് പുതിയ ഒന്നുമില്ല, പുതിയ തീർന്നോ? വേണ്ട, യാത്രയാണ്. ഇത് ഹാഫ് സ്ലീവാ ഷർട്ട്. എന്താ കണ്ടപ്പോ ഞാൻ വെച്ച് ഫുള്ളാണ്. കല്യാണത്തിന് ശേഷം ഇടാൻ വേണ്ടി വെച്ചാ. കല്യാണത്തിന് ശേഷം ഫുള്ളായിക്കോട്ടെ, അപ്പൊ ഇതിട്ടോ. അപ്പൊ എല്ലാരും പറഞ്ഞേ
ഒരു പുതിയത് ഇട്ടിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഈ ഉള്ളില് പെണ്ണിനിടൂല. ഇത് ലെങ്ത് കൂടുതലല്ലേ? ഇല്ലല്ലേ? ഇന്നിപ്പോ എന്ത് ലെങ്ത് നോക്കാനാ? ഇന്നാ ഷൂ ഇട്ടിട്ട് പോയിക്കോ, എന്നാ പിന്നെ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഷൂ ഇല്ലെന്നല്ലേ? അത് ഷൂ ഇട്ടാൽ അതിന് രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കാക്കമാരെ ലുക്ക് ഉണ്ട്. ലൂയി പോവാ. ചുമ്മിക്കൊരു അവ എടുത്താ. ചുമ്മിക്ക് ലൂയി, ചുമ്മിക്കൊരു അവ എടുക്ക്, ഒരവ എടുക്ക്. അവനിപ്പോ അതെന്താന്ന്. ആ ഒന്നല്ല, കൊള്ളാലോ. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. കാക്കാമാരെ ലുക്ക് മാറ്റി കാണിച്ചാ അത് എനിക്ക് തന്നെ കൈ കുറച്ച് ലെങ്ത് കൂടുതലാണോ? കൈ ലെങ്ത് അല്ല, ഞാൻ ഭയങ്കരമായിട്ട് തടി പറഞ്ഞില്ലേ അതിന്റെ ഒക്കെ. ഇതില് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട്. ഞാൻ മാറ്റട്ടെ, നിങ്ങക്ക് റൂം കഴിഞ്ഞല്ലോ. കല്യാണത്തിന് കേറി വന്നിരിക്കുക പോവാൻ വേണ്ടിട്ട്. 9 മണി അല്ല 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. 8:30 ഇവിടെ എത്തി. രണ്ടെണ്ണം എല്ലാവർക്കും ഉള്ള കോട്ടും ചൂട്ടൊക്കെ നിരത്തി വെച്ചിരിക്കുക. അതിപ്പോ കാണിക്കരുത്, രാത്രി കൊടുക്കാനുള്ള ഇതാണ്. അതുകൊണ്ട് നമ്മളിപ്പോ കാണിക്കില്ല, രാത്രിയെ കാണിക്കുള്ളൂ. കുട്ടപ്പൻ അയക്കണല്ലോ. 98. ആള് കൂടിയോ? ആള് കൂടുന്നുണ്ടോ? ആ ബാക്കി കുട്ടികളില്ലേ? 86. ആ ഇനി ആള് കൂടുന്നുണ്ടോ? ഡിസ്കഷനാ ഭയങ്കര. ആ ശരിയാ കേട്ടോ. 500 റുപ്യ ഉമ്മാന്റെ കൊടുക്ക്. ഇവിടെ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങണമെങ്കിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്തറിയോ, ആ മറ്റേ മഞ്ഞ ടീഷർട്ട്, ഒരു കറുത്ത കോട്ട്, ചെറിയ മോൻ അങ്ങനെ വരുന്ന ഞാൻ നോക്കിട്ട് രാവിലെ ഞാൻ നെട്ടി. എന്റെ കോലം എങ്ങനെയുണ്ട്? അല്ല ഞാൻ കാണിച്ചു ഓൾറെഡി. സിമ്പിള്. അയ്യോ സിമ്പിള്. എന്ത് സാധനം? ഷോക്സ് വാങ്ങിയില്ല. ഷോക്സ് വാങ്ങാൻ കോഴിക്കോട്ട് കൊടുക്കാം. എടാ പോണ വൈക്ക് തൃശ്ശൂരുണ്ട്, മലപ്പുറമുണ്ട്, തിരൂരുണ്ട്, പൊന്നാനി. പക്ഷേ എവിടെയും കേറ്റൂല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരെ പോണം എന്നാണ് കാരണവന്മാര് പറഞ്ഞത്. എവിടേക്ക് തിരിയാൻ അങ്ങനല്ല. അതായത് ഇവിടെ ഇപ്പം അതായത് ശരിക്കും ഞാൻ ഇവിടെ എന്താ തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വണ്ടി എടുത്തിട്ട് ഇവരെ വീട്ടിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് പോവാന്നാണ്. അപ്പൊ ഉമ്മാമ പറഞ്ഞ്, കണ്ണാപ്പിന്റെ മുഖം നോക്ക് നിങ്ങൾ കാണുന്നത്. അതായത് ഉമ്മാമ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് നമ്മള് ബാക്കോട്ട് പോരുത്. എടാ അങ്ങനല്ല, ഞാൻ പോയ റോട്ടിൽ തന്നെ തിരിച്ച് വീണ്ടും വരികയാണല്ലോ. അതായത് അങ്ങോട്ട് പോയിട്ട് അതേ റോട്ടിക്ക് തിരിച്ചു വരിക, അത് പാടില്ല. എങ്ങോട്ടാ പോണത് അങ്ങോട്ട്. ഇന്നൊരു യൂ ടേൺ എടുക്കില്ല. നേരെ നമുക്ക് പറയാം, പോണ വഴിക്ക് കാണിച്ചാൽ വിശ്വാസങ്ങളാണ്, നമ്മള് തെറ്റിക്കണ്ടല്ലോ. അവർക്ക് സന്തോഷമാണ്. കണ്ണട വാങ്ങണമെന്നൊക്കെ പറഞ്ഞൊക്കെ ക്യാൻസൽ ചെയ്തോ? എടാ അതൊക്കെ ഓക്കെ, ഇവിടുന്ന് ഇറങ്ങി. അതല്ല, അത് ക്യാൻസൽ ചെയ്തോന്ന് ചോദിച്ചില്ല, നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ പാക്കിങ് ആരംഭിച്ചിരിക്കുകയാണ്. സാധനങ്ങൾ എന്താ അത് മടക്കുക. അല്ല അവിടെ മുട്ടായി വെക്കാനും നമുക്ക്. അല്ലോ ഇപ്പൊ പോയേനെ ലൂയി, ഇപ്പൊ കയ്യൊക്കെ കൂടി. അല്ല മുട്ടായി നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് അതിന്റെ മേലെ ഒക്കെ വെക്കാ. അല്ല സീറ്റ് വെച്ച് കഴിഞ്ഞാൽ താക്കിയാട് ആണോ? ആ ഓക്കെ. മഴ പെയ്യല്ലേന്ന് വിചാരിച്ചിരിക്കാണ് പോണവരെ. എന്നാ ഫുൾ പാക്ക് ചെയ്യട്ടെ. 3 വണ്ടിയാണ് ഇപ്പോൾ, 4 വണ്ടിയാണ് ഇവിടുന്ന് പോണത്. ആ വണ്ടി കൂടി വന്നിട്ടോ. ലൂയി ഇങ്ങോട്ടേക്ക്. അതായിരുതാ എന്താണ്? കോട്ടും സൂട്ടാ, 3 പീസ് സൂട്ടുകൾ. ഇത് ഐസിൻ്റെ, ഇത് അളിയൻ്റെ. ചെക്കന്മാരതൊക്കെ ഇവിടെ വേറെ ഉള്ളു. ഇതാ
ചുമ്മി കഴിഞ്ഞോന്ന് ഈ പെട്ടിയോ ഇതില് വെക്കണ പക്ഷെ ഇതില് വെച്ച് കഴിഞ്ഞാല് ഇതില് കൊള്ളോ ഈ മുട്ടായി ഇവിടെ വെക്കാൻ മുട്ടായി അവിടെ വെച്ചാ സേഫ് ആവൂല. ഇവിടെ വെച്ചാലാണ് സേഫ്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടും. ഇതൊന്നും ഇവിടുന്ന് ഇറങ്ങൂല. അതല്ല ഈ സാധനം ഇവിടെ കുലുങ്ങൂലേ? ഞാൻ ഇന്നലെ ഇവിടെ വെച്ചിട്ടില്ല സാധനം. ഇതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതോ ഒരു പിന്നെ കാറിൽ കൊണ്ടുവന്ന് നിങ്ങള് ആരാ കൊണ്ടുവന്നേ? ഞാനാ ആ അത് ശരി. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇവിടെ വെക്കാൻ കഴിയുള്ളൂ. മറ്റേന്താ മേലെ വെച്ചാല് നമ്മളിതാ ഒരു ഇന്നോവ ഉണ്ട്, ഒരു നമ്മളെ സ്വിഫ്റ്റ് ഉണ്ട്, വേറെ ഇന്നോവ ഉണ്ട്, പിന്നെ വേറെ ഒരു സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ ചെക്കന്മാരെ വണ്ടി ഒരു കുറച്ചുകൂടി നേരം വൈകിട്ട് വരിക. ഒരു കുറച്ച് ചെക്കന്മാരല്ലേ, അത് ഓരോ സ്വന്തം വണ്ടിക്ക് വന്നോളൂ, നമ്മളൊന്നും അറിയണ്ട. പിന്നെ 2 ബസ്സും ഉണ്ട്. ഇത്രയും വണ്ടികളേ ഉള്ളൂ കേട്ടോ. ചുമ്മി ഫാൻസ് ഉണ്ടോ നോക്കട്ടെ. ചുമ്മി അത് ഓടുന്നു, വയറൊക്കെ ചടിക്കാൻ. വയറ് പിന്നെ താടിയൊക്കെ നേരച്ചിക്കണ. സാൾട്ടാൻ ഓള് പറഞ്ഞ സാൾട്ടാൻ പേപ്പറാണ് ആണോ? ഇനിയിപ്പോ ഉസ്താദ് ഇപ്പൊ വരും കേട്ടോ, എന്നിട്ട് നമ്മൾ ഇറങ്ങും. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وخلقا حسنا وإيمانا كاملا ولسانا ذاكرا وعمرا في طاعتك ومرضاتك طويلا وشفاء من كل داء. اللهم أوصل وبلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة. കല്യാണം കഴിഞ്ഞിട്ട് കാണും. ഓക്കെ പോട്ടെ. ആയിരമായി ഉള്ളത് പിന്നെ എന്റെ എന്ത് എടുക്കണ്ടോ? വണ്ടി കയറാൻ ഈ റൂമിന്റെ സൂട്ടുകൾ ഇത് ഈ പെട്ടി ആദ്യം
എടാ എന്റെ സൂട്ട് എവിടെ? ഇത് അളിയാ ആ വണ്ടി കയറുന്നത്. എന്റെ സൂട്ടോ എടാ ഇതില് മണു ഇതില് ചെറിയ മോനക്ക നമ്മളെ കാറിൽ നമ്മളെ ബാഗ് ഉണ്ടായിരുന്നു ഡിക്കില എടുത്തോ? എന്റെ സൂട്ട് മാത്രം കാണാനല്ല. സൂട്ട് അതിനുള്ളിൽ ഇറങ്ങുന്നതിന് തിരക്കാണ് ഗൈസ്. എന്റെ സൂട്ട് ആരാ പിടിച്ചിരിക്കണപ്പോ? ഇതാരാ സൂട്ടാ പിന്നെ? എടാ അണ്ണാ ഇത് ഏറ്റവും മേലെ ഇത് ചെക്കന്റെ സൂട്ടാണ്. അത് വെയിറ്റ് വ്യത്യാസം ഉണ്ട്. ഞാൻ ഇറങ്ങട്ടെ എന്നാല്. ആണോ? ഈ വണ്ടി കൊണ്ടുവന്നിട്ട് ഇതിനാണ് ഞങ്ങള് പോണത്. ഹായ് മമ്മി, ഹൗ ഡു ഡു? അമ്മ ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരിയായി വന്നിട്ട് എന്താ പറയാനുള്ളപ്പോ പറയ്. വളരെ ഹാപ്പി. ഇതോ എന്തത്? ഓയ് എന്താണ്? എന്താ ചെലപ്പോ ചുക്കൊക്കെ വാങ്ങി ചുക്കൊക്കെ വാങ്ങി മുന്നത്തെ സീറ്റിൽ ആരില്ലല്ലോ. ഇതിന് വില എത്ര ചോദിക്കും? എത്ര? 9,999. സൂട്ട് വൃത്തിയിൽ വെച്ച് 3,900 അല്ല 4,900. 3,900. അപ്പൊ ഓക്കെ. 990 അടുത്തോ അക്കു കുത്തിച്ചാണല്ലോ. അതിന്റെ താക്കോല് കണ്ണാപ്പിന് ഇന്ത്യ അല്ലേ? അത് ആരല്ല കാറിന്റെ കാറ് തുറന്നു. അല്ല ഞാൻ അപ്പൊ പോയിട്ട് വരാം. ടാറ്റ ഉണ്ട് ടാറ്റ ഉണ്ട് ടാറ്റ ഉണ്ട്. എന്താ ടാറ്റ പോവാ പോവാ. ഇനി പോകുന്ന വഴിക്ക് ട്രാക്ക് പോയിട്ട് കഴിയുമ്പോ BM ന്റെ സ്റ്റിക്കർ ഞങ്ങള് മുന്നിൽ പോവാ. ബൈ ബൈ. കൊടുവള്ളി ഉണ്ടാവും. കൊടുവള്ളി അളിയനോടെ കൊടുവള്ളി ഉണ്ടാവും. റെഡ് ബാഗ് പറഞ്ഞു നമ്മളെ ക്യാമറ സാധനം. ഓക്കെ അതെ ഓക്കെ ഗൈസ്. ഒഫീഷ്യലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഇനി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളിതാ ഇറങ്ങി യാത്രയാണ്. കൊടുങ്ങല്ലൂർക്ക് യാത്രയാണ് കേട്ടോ. അപ്പൊ നമ്മള് ചെക്കന്മാരെ വണ്ടിയൊക്കെ ഇനി ബേക്കിൽ വരികയുള്ളൂ. ബസ്സും 2-3 വണ്ടി ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒരു കുറച്ച് നേരം വെക്കും. കല്യാണ ചെക്കൻ നേരത്തെ പോയിട്ട് അവിടെ നിൽക്കണല്ലോ. എന്തിനാണോ? പിന്നെ ഇനി പോന്ന നോക്കി നമ്മള് യൂട്ടേൺ എടുക്കൂല, എവിടെ വണ്ടി തിരിക്കൂല. ഇവര് ട്രോളാൻ തുടങ്ങിയിട്ട് പിന്നെ മുമ്പിൽ വണ്ടി എടുത്ത് റിവേഴ്സ് എടുക്കാൻ നമ്മൾ ആ വണ്ടിനെ ഇടിച്ചിട്ട് പോകും. ഒരു തരത്തിലും വണ്ടി പുറകോട്ട് എടുക്കുന്നതല്ല. ആ വാശി ചെറിയ വണ്ടി